ഏത് ഏത് ജബൽ സൗർ. അപ്പോൾ സിദ്ദീഖ് മുത്തറസൂലോടെയും തിരിഞ്ഞിരുന്ന മലയല്ലേ, ആ മലയാണ് ഏത് ആ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും എടുക്കും, ബസ്സിനും എടുക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിലും എടുക്കും. ആ കാണുന്ന മലയാണ് അത്. ഇങ്ങനെ ആൾക്കാർ നടന്നു കയറുന്നത് കാണുന്നുണ്ടെങ്കിൽ റോഡ് പോലെ വെള്ളം ഇങ്ങനെ. അറഫ കേൾക്കുന്നുണ്ടോ? അറഫ എന്ന പേര് തന്നെ വരാൻ കാരണം നമ്മൾ പറഞ്ഞു. അറഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിഞ്ഞു അല്ലേ? അറിഞ്ഞു. എന്തായാലും പേര് വരാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് അറഫക്ക് അറഫ എന്നുള്ള പേര് വരാൻ കാരണം? കണ്ടുമുട്ടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ കണ്ടുമുട്ടി? ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബിയും ഭൂമിയിൽ വന്നതിന് ശേഷം ആദ്യം കണ്ടുമുട്ടിയ സ്ഥലമാണ്. ആദ്യം കണ്ടുമുട്ടിയ സ്ഥലം ഏത്? അറഫ. മനസ്സിലായോ? അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ബാത്റൂം അല്ല അപ്പൊ എത്ര 10ാം വർഷം ഹജ്ജ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷക്കണക്കിന് അനുയായികളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലമാണ് ഈ സ്ഥലം. ഇതാണ് അറഫ. അറഫ മൈതാൻ. ഹജ്ജിന് ഹാജിമാരെ അവസാനം സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ നിന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ കണ്ടുമുട്ടിയത്? വല്ല മുസീബത്തും ഞങ്ങളെ ജീവിതത്തിൽ വരാനുണ്ടെങ്കിൽ എല്ലാം ഈ ജബലുർ റഹ്മയുടെ ബറക്കത്ത് കൊണ്ട് നീ തട്ടി മാറ്റണേ അല്ലാഹ്.
لبيك لا شريك لك إن الحمد لا شريك لك കാലഘട്ടത്ത് അന്ന് മുതൽ വറക്കത്തിന് വേണ്ടി വച്ചിരിക്കുന്ന കിണറാണ് ഈ കാണുന്നത്. മനസ്സിലായോ? ഇതൊക്കെ ഇതിനകത്ത് കണക്ഷൻ കൊടുത്ത് അങ്ങനെ പൈപ്പ് പോകണമല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട വറക്കത്തിൻ്റെ വെള്ളമാണ് ഇന്ന് നമുക്കവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, പൈപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ പറ്റും. വണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ജബൽ നൂറിൻ്റെയും അതുപോലെ തന്നെ ജബൽ സൗറിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ഇതുവരെ സന്ദർശിച്ച എല്ലാ സ്ഥലങ്ങളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സ്വാലിഹായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. എല്ലാ അസുഖങ്ങളും എല്ലാ അടങ്ങാറുകളും എല്ലാ Sorry.